ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഏറ്റവും മഹത്തായതാണ് നമ്മുടെ ഈ ശരീരം. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഏറ്റവും മഹത്തായ കാര്യം നേടാൻ നമുക്ക് സാധിക്കും. അതിനാൽ മഹത്വമേറിയ അത്യന്തം വിലയേറിയ മർത്യദേഹം നമ്മുടെ കയ്യിൽ ഇരിക്കെ, സുലഭമായി ഇരിക്കെ, അതിനെ വേണ്ടതുപോലെ ഉപയോഗിക്കാനുള്ള വിവേകം കൂടിയാണ് നാം ആർജിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ജന്മം സഫലമായി തീരുകയുള്ളൂ. മറ്റേത് ശരീരത്തിലിരുന്നാലും സാധ്യമല്ലാത്ത തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാൻ പറ്റിയ ഉപകരണം ലഭിച്ച നാം മഹാഭാഗ്യം നേടിയവരാണ് എന്ന് ബോധിക്കണം നമ്മൾ. ആത്മോദ്ധാരണ സൗകര്യം ഉൾക്കൊള്ളും വിധമെത്രയും മഹത്താം മർത്യദേഹത്തിൻ വിലയാർക്കുര ചെയ്തിടാം. ആത്മോദ്ധാരണ സൗകര്യം. ഇവിടെ ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് തന്നെയാണ്. മനസ്സിനെ ഈശ്വരനിലേക്ക് ഉയർത്താൻ പറ്റിയ ഉപകരണമാണ് മർത്യദേഹം. ആത്മോദ്ധാരണ സൗകര്യം, ആത്മാവിനെ ഉദ്ധരിക്കാനുള്ള സൗകര്യം. ആത്മാവെന്നാൽ നമ്മുടെ മനസ്സായിട്ടാണ് ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഈ ദേഹോഹബുദ്ധി, ദേഹം ഞാനാണ് എന്ന് ധരിച്ചല്ലേ ഇപ്പോഴിരിക്കുന്നത്. ആ ഞാനിപ്പോൾ ഈ ദേഹബുദ്ധിയോടും ലോകവിഷയങ്ങളൊക്കെയാണ് തൻ്റെ സുഖത്തിനുള്ള ഹേതു എന്നും ധരിച്ച് അവയെ സംഭരിക്കാനും അവയെ സമ്പാദിക്കാനും വേണ്ടി ആയുഷ്കാലം മുഴുവൻ വിനിയോഗിക്കുന്ന ആ ഞാൻ, അതിവിടെ ആത്മാവെന്ന് പറയുന്നു. ആത്മോദ്ധാരണം. ഈ വിഷയകൂപങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന ജീവനെ ഉദ്ധരിക്കാൻ പറ്റിയ, ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ ഉയർത്താൻ പറ്റിയ ഒരു ഉപകരണം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. അതാണ് മനുഷ്യ ശരീരം. മറ്റേത് ശരീരത്തിലിരുന്നാലും ഇതിന് നമുക്ക് സാധ്യമല്ല. മറ്റ് ജീവികൾക്കൊക്കെ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള സുഖം മാത്രമേ അറിയുകയുള്ളൂ. അതിനപ്പുറം ഒരു സുഖം അവർക്ക് അറിയുകയില്ല. ഒരു പട്ടിക്ക് ഘ്രാണശേഷി ഏറ്റവും കൂടുതലുണ്ട്. പോലീസ് നായകളൊക്കെ ഒരു കള്ളൻ്റെ മണം പിടിച്ച് കള്ളനെ പിടിക്കാൻ അതിന് കഴിയും. നമുക്കതിന് സാധിക്കുകയില്ല. ഇന്ദ്രിയ തലത്തിൽ നമ്മളെക്കാൾ കൂടുതൽ കഴിവ് മറ്റ് പല ജീവികൾക്കുമുണ്ട്. ഒരു ഭൂകമ്പമോ അതുപോലെ ഉരുൾപൊട്ടലോ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ മറ്റ് ജീവികളെല്ലാം രക്ഷപ്പെടും. ആ ആപത്ത് മുൻകൂട്ടി ആ ജീവികൾക്ക് അറിയാൻ സാധിക്കുന്നു. എന്നാൽ ആ കഴിവ് മനുഷ്യന് തന്നിട്ടില്ല. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇങ്ങനെ 5 കോശം എന്ന് പറഞ്ഞാൽ ആവരണം. 5 കോശം ആവരണങ്ങൾക്ക് അതീതമായിട്ടാണ് ആത്മാവ് വർത്തിക്കുന്നത്. ഈ മറവുകൾക്കുള്ളിലാണ്. ഈ 5 മറവുകളെയും അതിക്രമിക്കുമ്പോൾ ആത്മസ്വരൂപം എന്താണ് എന്ന് വെളിവാകും. അതിലൊന്നാമത്തെ ആവരണമാണ് അന്നം കൊണ്ട് പോഷിക്കുന്ന അന്നമയ കോശമാകുന്ന ഈ കാണുന്ന ശരീരം. അസ്ഥി, മജ്ജ, മാംസം മുതലായ അവയവങ്ങളോട് കൂടിയ ഈ ശരീരത്തിനാണ് അന്നമയ കോശം. അതിനകത്ത് പ്രാണൻ, ഇതിനകത്ത് വായുവിൻ്റെ, നമുക്ക് ഈ ശരീരത്തെ നിലനിർത്താൻ ആവശ്യമായ ഓക്സിജനെ നിലനിർത്തുന്നതും അതിൽ അശുദ്ധവായുവിനെ പുറത്തേക്ക് വിടുന്നതുമായിട്ടുള്ള എല്ലാ പ്രക്രിയകളും, ദഹനപ്രക്രിയകളൊക്കെ ഈ പഞ്ചപ്രാണങ്ങളാണ് നടത്തുന്നത്. ആ പ്രാണശക്തി, അതാണ് അടുത്ത ആവരണം.
അന്നമയ കോശം, കോശം എന്ന് പറഞ്ഞാൽ ആവരണം, അന്നം കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഈ കോശം. രണ്ടാമത്തേത് പ്രാണമയ കോശം, അതിനും അകത്താണ് പിന്നത്തെ തടസ്സമാണ്, ആ പിന്നത്തെ ആവരണമാണ് മനസ്സ് എന്ന് പറയുന്നത്. ആ മനസ്സ് കഴിഞ്ഞാൽ പിന്നീടുള്ള ആവരണമാണ് വിജ്ഞാനമയ കോശം, അതായത് ബുദ്ധി എന്ന് പറയും. ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി. അതിനും അപ്പുറത്താണ് ആനന്ദം എന്ന ഒരു അവസ്ഥാവിശേഷം. ഇതിനെയൊക്കെ അതിക്രമിച്ച് ചെല്ലുമ്പോഴാണ് പരമാനന്ദ സ്വരൂപിയായിരിക്കുന്ന ഈശ്വരനോട് നമ്മൾ അടുക്കുന്നത്. അത് ആനന്ദമയ കോശം. അത് മറ്റ് ജീവികൾക്കില്ല. മറ്റ് ജീവികൾക്ക് ഈ 4 കോശങ്ങൾ മാത്രമേ ഉള്ളൂ. അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം എന്നീ 4 കോശങ്ങളെ കൊണ്ടാണ് മറ്റ് ജീവികൾ. അതുകൊണ്ട് മറ്റ് ജീവികൾക്കൊക്കെ ഒരാനന്ദം അല്ലെങ്കിൽ സുഖം ലഭിക്കുന്നത് ഇന്ദ്രിയങ്ങളിൽ കൂടി മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യർക്കാവട്ടെ ഈ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായാൽ പരമമായ ആനന്ദാനുഭൂതി നുകരാൻ പറ്റുന്ന ആ ആവരണം മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതാണ് ആനന്ദമയ കോശം. ആനന്ദമയ കോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വിജ്ഞാനത്തിലേക്കോ മനസ്സിലേക്കോ അല്ലെങ്കിൽ പ്രാണനിലേക്കോ അന്നമയ കോശമാകുന്ന ശരീരത്തിലേക്കോ കിട്ടുന്ന സുഖം നമുക്ക് ക്ഷണികമായിട്ട് ബോധ്യമാകും. പിന്നെ തിരിച്ച് ഈ സുഖം നമുക്ക് വേണ്ട. എന്നാൽ ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ആനന്ദമാണ് പിന്നീടുള്ളത്. ആനന്ദമയ കോശത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് കോശമല്ല, വാസ്തവത്തിൽ അത് ആനന്ദത്തിലേക്കുള്ള ആകർഷണ വലയമാണ്. ആ ആകർഷണത്തിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ടല്ല, പിന്നീടുള്ള ഒഴുക്ക് ആത്മാവിലേക്കാണ്. ആത്മഭാവത്തിലേക്ക് ഉയർന്നു കഴിയുമ്പോൾ നാം പരമമായ നിർവൃതിയുടെ ഉടമകളായിത്തീരുന്നു. അതാണ് നമുക്ക് ഓരോരുത്തർക്കും അനുഭവവേദ്യം ആവേണ്ടത്. അതിനാൽ നമ്മൾ ആത്മോദ്ധാരണ സൗകര്യം ഉൾക്കൊള്ളും വിധമെത്രയും മഹത്താം മർത്യദേഹത്തിൻ വിലയാർക്കുര ചെയ്തിടാം. ഈ മനുഷ്യ ശരീരത്തിൻ്റെ വില കൽപ്പിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അവസരത്തെ നഷ്ടപ്പെടുത്താതെ ഇതിനെ നാം വേണ്ടതുപോലെ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ധർമ്മമാണ്. അതിനുള്ള ബുദ്ധിയും തന്നിരിക്കുന്നു, അതിന് പറ്റിയ നല്ല ഒരു മനസ്സുമുണ്ട്. എന്നിട്ടും നമ്മൾ ഈ ലോകവിഭ്രാന്തിയിൽ തന്നെ മുഴുകി ആയുഷ്കാലം മുഴുവൻ നഷ്ടമാകുന്നു. ശരീരം ക്ഷയിച്ച് ഒന്നിനും പറ്റാതെയാകുമ്പോൾ ഒന്നും നേടാൻ സാധിച്ചില്ലല്ലോ എന്ന നിരാശയാലും ദുഃഖത്താലും ദേഹം വെടിയാൻ ഇടവരാതിരിക്കണമെങ്കിൽ നാം ഓജസ്സുള്ള ഈ സമയം വേണ്ടതുപോലെ വിനിയോഗിച്ചാൽ നിരാശപ്പെടേണ്ടി വരില്ല. അതിനാൽ നാം നമ്മുടെ കിട്ടിയ ഈ അവസരത്തെ വേണ്ട മാതിരി വിനിയോഗിക്കാനുള്ള വിവേകം ഉണ്ടാവണം എന്നതാണ് നമുക്ക് ഓരോ മഹത്തുക്കളും നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ആ സ്ഥാനത്തെത്തിയവർക്ക് മാത്രമേ അതിൻ്റെ മഹിമയെക്കുറിച്ച് പറയാൻ സാധിക്കുകയുള്ളൂ. അവർ നമ്മോടൊക്കെ വിനീതരായി അവർ അപേക്ഷിക്കുന്നു, മക്കളെ, നിങ്ങളെല്ലാവരും ഈ അവസരത്തെ പാഴിലാക്കാതെ ഉത്കൃഷ്ടമായ പദത്തിലേക്ക് ഉയരൂ എന്നാണ് അവർ പറയുന്നത്. ആത്മോദ്ധാരണ സൗകര്യം ഉൾക്കൊള്ളും വിധമെത്രയും മഹത്താം മർത്യദേഹത്തിൻ വിലയാർക്കുര ചെയ്തിടാം.